നമസ്കാരം ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ V40 സീരീസിനെ കുറിച്ചാണ്. വിവോ V40 5Gയും വിവോ V40 Pro 5Gയുമാണ് 2 ദിവസം മുന്നേ ഇറങ്ങിയത്. അപ്പോൾ രണ്ട് ഫോൺസും ബോക്സ് ആൻഡ് പ്രൈസിങ് പറയുകയാണെങ്കിൽ ബോക്സിൽ രണ്ടിൻ്റെയും കൂടെ 80 വാട്ട്സിൻ്റെ ചാർജർ വരുന്നുണ്ട്, ടൈപ്പ് A ടു ടൈപ്പ് C കേബിൾ വരുന്നുണ്ട്. പ്രോ വേരിയൻറ്റിൻ്റെ കൂടെ നിങ്ങൾക്കൊരു ട്രാൻസ്പെറൻറ്റ് TPU കേസാണ് കിട്ടുന്നത്. പക്ഷേ നോർമൽ വേരിയൻറ്റ് വിവോ V40ൻ്റെ കൂടെ നിങ്ങൾക്ക് കളർ മാച്ച്ഡ് ആയിട്ടുള്ള കേസ് കിട്ടുന്നുണ്ട്. അങ്ങനെ ബോക്സിൽ എല്ലാ സാധനവും വരുന്നുണ്ട്. പിന്നെ സിം ഇജക്ടർ, പിന്നെ ഡോക്യുമെൻറ്റേഷൻ എല്ലാം കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ പ്രൈസിങ് നോക്കുകയാണെങ്കിൽ 8GB 128GB ആണ് ബേസ് വേരിയൻറ്റ് വിവോ V40 35,000 രൂപ. ആൻഡ് 8GB 256 ആണ് നിങ്ങൾക്ക് പ്രോയിൽ ബേസ് വേരിയൻറ്റ് കിട്ടുന്നത്, അതിന് 50,000 രൂപയുമാണ്. ബാക്കി വേരിയൻസിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം, ഓഫേഴ്സും കൊടുത്തേക്കാം. 10% ബാങ്ക് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത് എല്ലാ വേരിയൻസിൻ്റെ മുകളിലും. സോ ആ 10% ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നും കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്ന ടെക്ടോടെക് മലയാളം എന്ന യൂട്യൂബ് ചാനൽ ഞാനാണ് അമർനാഥ്. ഫുൾ വീഡിയോ ഇരുന്ന് കാണാൻ മറക്കണ്ട, കാരണം എല്ലാ ഡീറ്റെയിൽസും ഞാൻ കവർ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇനി ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കാണാൻ നമുക്കൊരു അടിപൊളി എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള നല്ല ഡിസൈൻ തന്നെയാണ്. കളർ വേരിയൻസ് ഞാനിവിടെ കൊടുത്തേക്കാം. രണ്ട് ഫോൺസും തിൻ ആൻഡ് ലൈറ്റ് വെയിറ്റ് ആണ് ഞാനിവിടെ കൊടുത്തേക്കാം. രണ്ട് ഫോൺസിൻ്റെയും ബാക്ക് ഗ്ലാസ് ബാക്ക് ആണ്, അതും മാറ്റ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ഫോൺസിൻ്റെയും ഫ്രെയിംസ് ശരിക്കും പ്ലാസ്റ്റിക് ആണെങ്കിലും റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റൽ ഫ്രെയിം ആണ് കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ആ ഒരു സൈഡിൽ കൂടി ഫുള്ളൊരു മെറ്റൽ കോട്ടിങ് കിട്ടുന്നതുകൊണ്ട് താഴെ വീണാലും പെട്ടെന്നൊന്നും പൊട്ടിപ്പോകില്ല. അതായത് ഒരു റെസിസ്റ്റൻസ് കിട്ടുന്നുണ്ട്, പെട്ടെന്നൊന്നും പൊട്ടിപ്പോവാത്ത രീതിയിലുള്ള. പിന്നെ കർവ്ഡ് സ്ക്രീനാണ്, അതിന് സ്കോട്ട് സെൻസേഷൻ അൽഫ എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷനാണ് ഞാൻ നോക്കിയ സമയത്ത്, വലിയ കുഴപ്പമില്ല. മാത്രവുമല്ല രണ്ട് ഫോൺസിന് നിങ്ങൾക്ക് IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. സോ വെള്ളത്തിലൊക്കെ നമുക്ക് ധൈര്യമായിട്ട് വീണ് പോയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കാം. ആൻഡ് ഈ ഒരു രണ്ട് കാര്യം എനിക്ക് പറയാനുള്ളത്, വെള്ളത്തിൽ പിടിച്ച് മുക്കാനും നിൽക്കണ്ട, ആൻഡ് പൊട്ടില്ല എന്ന് വിചാരിച്ച് എറിഞ്ഞ് കളിക്കാനും നിൽക്കണ്ട. ഇതൊക്കെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഫീച്ചേഴ്സാണ്. രണ്ട് സിം കാർഡ് മാത്രം ഇടുന്ന സ്ലോട്ട് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് മെമ്മറി കാർഡിൻ്റെ ഓപ്ഷൻ വരുന്നില്ല ഇവിടെ. ആൻഡ് 3.5mm ഓഡിയോ ജാക്കിൻ്റെ ഓപ്ഷനും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നില്ല. ഡിസ്പ്ലേ ആൻഡ് ഓഡിയോ ഡിപ്പാർട്ട്മെന്റ് നോക്കുന്ന സമയത്ത്, മൾട്ടിമീഡിയ നോക്കുന്ന സമയത്ത് രണ്ട് ഫോൺസിനും സെയിം ആണ്, എക്സാക്ട്ലി സെയിം ആണ്. 6.78 ഇഞ്ചസിൻ്റെ 1.5K റെസൊല്യൂഷൻ 10 ബിറ്റിൻ്റെ AMOLED, അതും കർവ്ഡ് ആണ്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉള്ള സ്ക്രീന്, ഗംഭീര സ്ക്രീനാണ്, ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല. 4500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്, 1200 നിറ്റ്സിൻ്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡ് വരുന്നുണ്ട്. HDR10+, വൈഡ് L1, HDR സപ്പോർട്ട് നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിലും കിട്ടുന്നുണ്ട്, യൂട്യൂബിലും കിട്ടുന്നുണ്ട്. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, ഉഗ്രൻ ഡിസ്പ്ലേ, ഒരു കുഴപ്പമില്ല. മൾട്ടിമീഡിയ ഉഗ്രനാണ്, കാരണം രണ്ട് സ്പീക്കേഴ്സ് വരുന്നുണ്ട്. സോ അത് അവർ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ സ്പെസിഫിക്കേഷൻസ് നോക്കുന്ന സമയത്ത് വിവോ V40 നിങ്ങൾക്ക് കിട്ടുന്നത് Qualcomm Snapdragon 7 Gen 3 എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ്. 4nm ഫാബ്രിക്കേഷൻ ടെക്നോളജിയിൽ ഉണ്ടാക്കിയ LPDDR4Xന്റെ റാം ടൈപ്പും UFS 2.2 സ്റ്റോറേജ് ടൈപ്പ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ 35,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഏകദേശം കൊള്ളാം, കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 8 ലക്ഷത്തിൻ്റെ ANTUTU സ്കോറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ആ ഒരു 35,000 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ബെറ്റർ ഗെയിമിംഗ് ഫോൺസ് കിട്ടാനുണ്ട്. 60 FPS ഗെയിമിംഗ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പറ്റും. പക്ഷേ അതിനേക്കാളും നല്ല ഗെയിമിംഗ് ഫോൺസ് 35,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാനുണ്ട്. ഇതൊരു ക്യാമറ ഫോണാണ്. ഇനി വിവോ V40 പ്രോയിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുന്ന സമയത്ത് Dimensity 9200+ എന്ന് പറയുന്ന ചിപ്സെറ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. 4nm ഫാബ്രിക്കേഷൻ ടെക്നോളജി, LPDDR5X, UFS 3.1 ആണ് കൊടുത്തിരിക്കുന്നത്. 4.0 കൊടുക്കാമായിരുന്നു. ആൻഡ് 1.5 മില്യൻ്റെ പുറത്ത് ANTUTU സ്കോറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിലും 60 FPS ഗെയിമിംഗ് നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നടക്കാൻ പറ്റും. പിന്നെ തിൻ ഫോൺ ആയതുകൊണ്ട് ഹീറ്റ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. രണ്ടും നിങ്ങൾക്ക് ഗെയിമിംഗ് ഫോണായിട്ട് പരിഗണിക്കാൻ പറ്റില്ല. രണ്ടും അതാത് പ്രൈസ് റേഞ്ചുകളിൽ നിങ്ങൾക്ക് നല്ല ഗെയിമിംഗ് ഫോൺസ് വേറെ കിട്ടാനുണ്ട്. നമുക്കിതൊരു ഓൾറൗണ്ട് ടച്ചപ്പ് വരുന്നുണ്ട്. മാത്രവുമല്ല ക്യാമറയും ഉഗ്രനാണ്, ക്യാമറ നമുക്ക് പറയാവുന്നതാണ്. ഇനി സോഫ്റ്റ്വെയറിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് രണ്ടും എക്സാക്ട്ലി സെയിം ആണ്. ഫണ്ടച്ച് OS 14 ബേസ്ഡ് ഓൺ Android 14, 3 വർഷത്തെ Android അപ്ഡേറ്റ്, 4 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്, കുറച്ച് ബ്ലോട്ട്വെയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫണ്ടച്ച് OS ആണ്, അതിൻ്റേതായ ഒരു കാര്യങ്ങൾ വരുത്തി കൊണ്ടുവരാനുണ്ട്. അവർ അതും കൂടി ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാണ്. പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു നല്ല OS തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ AI ഫീച്ചറായിട്ട് അവർ മാജിക് ഇറേസർ പോലത്തെ, അതായത് മാജിക് ഇറേസറിൻ്റെ വേറൊരു പേര് AI ഇറേസർ എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടാത്ത ഒബ്ജക്റ്റൊക്കെ അങ്ങ് ഇറേസ് ചെയ്ത് കളയുന്ന ഒരു ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. ബാറ്ററി സെക്ഷൻ നോക്കുവാണെങ്കിൽ 5500 mAh ബാറ്ററി, 80 വാട്ട്സിൻ്റെ ചാർജർ ബോക്സിൽ കിട്ടുന്നുണ്ട്, അത് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 40-45 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഫുൾ ചാർജ് ആയി കിട്ടും. രണ്ട് ഫോണും സെയിം ആണ്, എക്സാക്ട്ലി സെയിം ആണ്. വയർലെസ് ചാർജിങ്ങിൻ്റെ സപ്പോർട്ട് ഇവിടെ വരുന്നില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് അവർക്ക് ആ ഒരു പ്രോ വേരിയൻറ്റിലെങ്കിലും വയർലെസ് ചാർജിങ് കൊടുക്കാമായിരുന്നു. അപ്പം അതൊരു
എന്താ മോശപ്പെട്ട പരിപാടിയായിപ്പോയി എന്നാണ് എനിക്ക് തോന്നിയത്. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ, ഫിംഗർ പ്രിന്റ് സ്കാനർ, ഫേസ് അൺലോക്ക്, IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഡ്യുവൽ 4G സപ്പോർട്ടും ഉണ്ട്, ഡ്യുവൽ 5G സപ്പോർട്ടും ഉണ്ട്. പിന്നെ 8 5G ബാൻഡ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. Wi-Fi 6 വരുന്നുണ്ട്, ബ്ലൂടൂത്ത് വേർഷൻ 5.3 വരുന്നുണ്ട്, വോയിസ് ഓവർ ന്യൂ റേഡിയോ അതായത് 5G കോളിങ്ങിൻ്റെ ഫീച്ചർ വരുന്നുണ്ട്. പിന്നെ NFC-യുടെ സപ്പോർട്ട് ഇവിടെ വരുന്നില്ല. എന്തുകൊണ്ടോ കൊടുക്കണമായിരുന്നു. ഹാപ്റ്റിക് ഫീഡ്ബാക്കിൻ്റെ ഒരു ഇൻഫോർമേഷനും ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പം ഏത് ഹാപ്റ്റിക്സ് ആണെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. പക്ഷേ എന്തായാലും ചെറിയ വൈബ്രേഷൻ മോട്ടർ എന്തായാലും കൊടുക്കാതിരിക്കില്ല അവരെന്തായാലും. അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ അവിടെ ഉണ്ടാവും. ലാസ്റ്റ് ആൻഡ് ഫൈനലി ക്യാമറയെ കുറിച്ച് നോക്കുന്ന സമയത്ത് ഇതാണ് ഈ ഒരു ഫോണിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഈ ഒരു ഫോൺ 2 ഫോൺസിൻ്റെയും ഹൈലൈറ്റ്. നമ്മൾ U40 പ്രോയിനെ കുറിച്ച് പറയുന്ന സമയത്ത് 50 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറ, IMX921 OIS-ൻ്റെ സപ്പോർട്ടുള്ള ഓട്ടോ ഫോക്കസ് സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറ, പിന്നെ ഒരു 50 മെഗാ പിക്സലിൻ്റെ തന്നെ അൾട്രാവൈഡ് ക്യാമറ, പിന്നെ ഒരു 50 മെഗാ പിക്സലിൻ്റെ തന്നെ IMX816 സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. 2x ടെലിഫോട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ടെലിഫോട്ടോ ലെൻസാണ് പ്രോയിൽ കിട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് നോൺ പ്രോ വേരിയൻറ്റിൽ ആ ടെലിഫോട്ടോ അങ്ങോട്ട് മാറ്റി വെച്ചേക്ക് ബാക്കി 2 സെൻസർ കിട്ടുന്നുണ്ട്. 50 മെഗാ പിക്സൽ അൾട്രാവൈഡ് കിട്ടുന്നുണ്ട്, മറ്റേ പ്രൈമറി സെൻസർ കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്. നമുക്ക് നോൺ പ്രോ വേരിയൻറ്റിലുള്ള 50 മെഗാ പിക്സൽ ഏതാണ് സെൻസർ എന്നുള്ളത് എനിക്ക് കാണാൻ പറ്റിയില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ എഴുതി കൊടുത്തേക്കാം. എനിവേ V40ൻ്റെ അകത്ത് നിങ്ങൾക്ക് 2 50 മെഗാ പിക്സലിൻ്റെ അടിപൊളി ക്യാമറ തന്നെയാണ് കിട്ടുന്നത്. 2 ഫോണിലും നിങ്ങൾക്ക് സെൽഫിയിലും 50 മെഗാ പിക്സലിൻ്റെ ഒരു സെൻസറാണ് കൊടുത്തിരിക്കുന്നത്, അതും ഓട്ടോ ഫോക്കസ് സപ്പോർട്ട് ചെയ്യുന്നത്. സോ ക്യാമറ സെറ്റപ്പ് മൊത്തം 50 മെഗാ പിക്സലാണ്. നിങ്ങൾക്ക് പ്രോ വേരിയൻറ്റിൽ 4 എണ്ണം അതായത് സെൽഫി അടക്കം, നോൺ പ്രോ വേരിയൻറ്റിൽ 3 എണ്ണം സെൽഫി അടക്കം. ഇനി നിങ്ങൾക്ക് 2 ഫോൺസിലും കോമൺ ആയിട്ട് കിട്ടുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സൈസിൻ്റെ പാർട്ട്ണർഷിപ്പാണ്. അവർ വിവോ X സീരീസിൽ കൊണ്ടുവന്ന ആ ഒരു പാർട്ട്ണർഷിപ്പ്, അതിൻ്റേതായ പോർട്രേറ്റിൻ്റെ കുറേ മോഡുകൾ, ബാക്ക്ഗ്രൗണ്ട് ചേഞ്ചിങ്ങിൻ്റെ എഫക്റ്റുകൾ, കാര്യങ്ങൾ, ഫോട്ടോസ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ സൈസിൻ്റെ പോർട്രേറ്റ്, വീഡിയോ കാര്യങ്ങൾ, ഓറാ ലൈറ്റ് 2 ഫോൺസിന് നിങ്ങൾക്ക് ആ ഫ്ലാഷ് ലൈറ്റിന് പകരമുള്ള ഓറാ ലൈറ്റ് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പം ടോട്ടലി നൈറ്റ് ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു ക്യാമറ പാർട്ട് അവർ നല്ല രീതിയിൽ ചെയ്തത് കൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം വിവോൻ്റെയോ ഓപ്പോൻ്റെയോ ഒന്നും വീഡിയോ നമ്മൾ അധികം അങ്ങോട്ട് ചെയ്യാറില്ല. പക്ഷേ ഇത് ചെയ്യാൻ കാരണം ഇതുകൊണ്ടാണ്. ഈ ഒരു ഫോൺ എനിക്ക് ഈ പർട്ടിക്കുലർ 2 ഫോണുകൾ നല്ലതാണെന്ന് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ആ ഒരു നോൺ പ്രോ മോഡൽ. വീഡിയോഗ്രാഫിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോയിൻ്റെ അകത്ത് ബാക്കിലും ഫ്രണ്ടിലും 4K 60 FPS വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. സോ നല്ല കാര്യം. നോൺ പ്രോ വേരിയൻറ്റിൽ നിങ്ങൾക്ക് 4K 30 FPSൻ്റെ ബാക്കിലും ഫ്രണ്ടിലും വീഡിയോ സപ്പോർട്ട് വരുന്നുണ്ട്. സോ 30 FPS ആണ്. അപ്പം അത് 4K 60 കൊടുക്കായിരുന്നു കേട്ടോ. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ് ഈ ഒരു 2 ഫോൺസിൻ്റെ ക്യാമറ. സോ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് അവർ കലക്കി എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മളെ കൺക്ലൂഷൻ അല്ലെങ്കിൽ ഫൈനൽ വെർഡിക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ആ 35,000-ൻ്റെ മോഡൽ വേണമെങ്കിൽ എടുത്തോ. കാരണം അത് ശരിയാണ്, വാല്യൂ ഫോർ മണി ഒന്നും അല്ല. പക്ഷെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിലുള്ള ക്യാമറ സെറ്റപ്പ്, പ്രത്യേകിച്ച് സൈസിൻ്റെ പാർട്ട്ണർഷിപ്പ് കൂടി ചേർത്തുകൊണ്ട് നല്ല രീതിയിൽ അവർ ട്യൂൺ ചെയ്തിട്ടുണ്ട്. അത് സെൽഫി ആയാലും ശരി, ബാക്ക് ക്യാമറ ആയാലും ശരി. മാത്രമല്ല നല്ല ഉഗ്രൻ ഡിസ്പ്ലേ ആൻഡ് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് അടിപൊളിയായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഞാൻ കർവ്ഡിൻ്റെ ഫാനൊന്നുമല്ല, എങ്കിലും ഞാൻ പറയാം അത്യാവശ്യം നല്ല രീതിയിൽ ബെസൽസൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു കർവ്ഡ് സ്ക്രീൻ തന്നെയാണ് അവർ ഡിസ്പ്ലേ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പെർഫോമൻസും 2 ഫോൺസും കുഴപ്പമൊന്നുമില്ല. നമുക്ക് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു. മാത്രമല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിക്കാനും പറ്റും. പക്ഷെ 2 ഗെയിമിംഗ് ഫോൺസ് ആയിട്ട് കരുതരുത് എന്ന് മാത്രം. ടോട്ടലി നോക്കുന്ന സമയത്ത് 2 നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഞാൻ ആ 2ാമത്തെ പ്രോ മോഡൽ ഇപ്പോൾ എടുക്കാൻ പറയില്ല. എനിവേ അതൊരു നല്ല ക്യാമറ ഫോൺ ആണെങ്കിൽ പോലും നിങ്ങളൊന്ന് സൂക്ഷിച്ചിട്ട് എടുക്കുക, കുറച്ച് പ്രൈസ് കുറയോ നോക്കുക. പക്ഷേ ആ 35,000-ൻ്റെ മോഡൽ നിങ്ങൾ ഓഫറൊക്കെ ചേർത്തിട്ട് വേണമെങ്കിൽ 8128 ആണത് 8256 എടുക്കാൻ പറ്റുമോ നോക്കുക. വലിയ കുഴപ്പമില്ല. പക്ഷേ വാല്യൂ ഫോർ മണിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ആ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ക്യാമറ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർച്ചയുള്ള ബെല്ലൈക്കൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമൊക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. എല്ലാവരെയും കാണാം. എല്ലാവർക്കും സ്റ്റേ സേഫ്. ബൈ.